എന്തൊക്കെയോ പറയുന്നു, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്താ? ആരാ? ഞാനൊരു വ്ളോഗറാ. എനിക്ക് ഒരഭിമുഖം വേണമായിരുന്നു. അയ്യോ, അതിനുള്ള മാനസികാവസ്ഥയൊന്നും എനിക്കിപ്പോ ഇല്ല. അറിയാലോ എൻ്റെ അമ്മയുടെ അവസ്ഥ. ബോധം പോലും ഇല്ലാതെ കിടക്കുക എൻ്റെ അമ്മ. അതുകൊണ്ട് ഓർഗൻ ഡൊണേഷനൊക്കെ മുടങ്ങിപ്പോയല്ലേ സാർ? അതെ, അവയവങ്ങൾക്ക് കാത്തിരിക്കുന്ന കുറെ പാവങ്ങളില്ലേ, അവരെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ശരിക്കും വിഷമമുണ്ട്. പിന്നെ മെഡിക്കൽ കോളേജ്, അമ്മയുടെ ബോഡി അവിടേക്ക് ഡൊണേറ്റ് ചെയ്യാമെന്ന് ഏറ്റിരുന്നത്, അതും മുടങ്ങി. ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണമുണ്ടോ സാർ? പുറത്തുള്ള ആരുടെയെങ്കിലും പ്രേരണയോ മറ്റോ? അങ്ങനെ ചോദിച്ചാ ഉണ്ട്. സ്വന്തം ഭർത്താവിന്റെ ഹൃദയം ദാനം ചെയ്ത ദേവികയാണ് എൻ്റെ റോൾ മോഡൽ. അവരുടെ ആ തീരുമാനം എന്നെ ഒരുപാട് കാലം സ്വാധീനിച്ചു. പക്ഷെ ആ ഹൃദയം സ്വീകരിച്ച സിദ്ധാർത്ഥനെ കുറിച്ച് ഓർക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും വലിയ സങ്കടം. അയാള് കാരണമാണല്ലോ എൻ്റെ അമ്മ ഇന്നത്തെ നിലയിലെത്തിയത്. എനിക്കെൻ്റെ അച്ഛനെ കുട്ടിക്കാലത്ത് നഷ്ടപ്പെട്ടതാ, ഏട്ടനെ വലുതായപ്പോ നഷ്ടപ്പെട്ടു. ഇപ്പൊ അമ്മയും പോയതുപോലെ സിദ്ധാർത്ഥ എന്നോട് ഇത് ചെയ്യുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല. ഒരല്പം ദയ എന്നോട് അയക്ക് കാണിച്ചില്ല. പോട്ടമോനെ, വിഷമിക്കല്ലേ. ഭയങ്കര സങ്കടമാ. അമ്മയെന്ന് പറഞ്ഞ ഇവന് ജീവനാ. സാർ, ഇത് മതി സാർ. ഇത് വെച്ച് ഞാനൊരു കലക്കിക്കോളാം. അതെ, നിങ്ങൾ സംസാരിക്കേ, ഞാൻ കുടിക്കാൻ എടുത്തോണ്ട് വരാം. എങ്ങനെയുണ്ടായിരുന്നു പെർഫോമൻസ്? കലക്കിയില്ലേ? കലക്കി. ഇതേ നാളെ തന്നെ ഏറിയേക്കണം. സോഷ്യൽ മീഡിയയിൽ സിദ്ധു മാറണം. അതൊക്കെ ഞാൻ ഏറ്റു സാർ. ഈ ഫോണും തൂക്കി പിടിച്ച് ഞാനിങ്ങനെ നടക്കുന്നത് എന്തിനാണെന്നോ? ഇതുപോലുള്ള കുത്തിത്തിരിപ്പ് നടത്താനല്ലേ സാർ? അല്ല, സാറ് തരാന്ന് പറഞ്ഞ പണം തന്നിരുന്നെങ്കിൽ എനിക്കങ്ങ് പോവായിരുന്നു. അതൊക്കെ എപ്പോഴേ റെഡിയല്ലേ. അത് ശരി. അപ്പൊ സ്പോൺസേർഡ് പ്രോഗ്രാം ആയിരുന്നല്ലേ? ഇങ്ങനെയൊക്കെ ചെയ്താൽ നിനക്ക് എന്നാ കിട്ടും മോനെ? അത് 25,000 രൂപ തരാന്നാ പറഞ്ഞു. അതിന്റെ അഡ്വാൻസ് ആണോ മേടിച്ചേ? എങ്ങനെ മനസ്സിലായി? അതൊക്കെ മനസ്സിലായി. അതെ, അതങ്ങ് ഡിലീറ്റ് ചെയ്തേ. സിദ്ധു ആരെയും കൊല്ലാൻ ശ്രമിച്ചിട്ടില്ല. അത് അച്ഛൻ പറഞ്ഞാ പോരാ. പിന്നെ ആരാടാ പറയണ്ടേ? നീയോ? നിനക്ക് മാത്രമല്ല, എനിക്കും പറ്റും ഇതുപോലെയുള്ള നുണ വിളിച്ച് പറയാൻ. ഞാൻ ഇതുപോലെ കയറിയെന്ന് പറഞ്ഞാലേ നീ ഇതുവരെ ചെയ്ത സകല വൃത്തികേടുകൾ ഇതിനകത്തുണ്ടായിരിക്കും.